ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പൈനാപ്പിൾ ജെല്ലി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ചെറിയ പീസായി കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയോട് ചേർത്തിട്ടൊന്ന് കുറച്ചത് വേവിച്ചെടുക്കാം കേട്ടോ. ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകണ്ട. എന്നിട്ട് നമ്മളൊന്ന് മാറ്റുന്നുണ്ട്, തണുത്ത് വരട്ടെ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് പാല്, പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള ഒരു പൈനാപ്പിളിൻ്റെ മിക്സ് ഉണ്ടല്ലോ, കുറച്ച് പാലും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ചൈന ഗ്രാസിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൈന ഗ്രാസിൻ്റെ മിക്സ് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അധിക ടൈം തിളപ്പിക്കേണ്ട, പാല് പിരിഞ്ഞു പോവും. എന്നിട്ട് ചൂടോടെ തന്നെ അരച്ചൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ട് ടോപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പൈനാപ്പിളിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. ഇനി ജെല്ലിയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കുറച്ച് വെള്ളം, പഞ്ചസാര, ചൈന ഗ്രാസിൻ്റെ മിക്സ്, പൈനാപ്പിൾ ജ്യൂസ്. എന്നിട്ട് നമ്മളിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ചൂടിൽ നമുക്ക് ആ ഒരു ടോപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫ്രിഡ്ജിലേക്ക് മാറ്റി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ റമദാൻ ടൈമിലും ഈ ചൂട് സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇവിടെ അറിയിച്ചേക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്